ദിലീപ് കുമാർ, ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സാധ്യതകളെ തള്ളാൻ പറ്റില്ല, അസാധ്യതകളെ പരിഗണിക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വളരെ വാശിയേറിയ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് അരങ്ങേറാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ UDF-ലേക്ക് ജോസ് കെ മാണി ചേക്കേറും എന്ന വാർത്തയ്ക്ക് കൂടുതൽ സ്ഥിരീകരണം ലഭിക്കുമ്പോൾ ജോസ് കെ മാണി തീരുമാനം ഇപ്പോഴും അന്തിമമായി എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത 2 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ എടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. നാളെ രാഹുൽ ഗാന്ധിയുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തും. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 19-ാം തീയതി രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നുണ്ട്. കൊച്ചിയിൽ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. സംസ്ഥാനത്ത് UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് 19-ാം തീയതി രാഹുൽ ഗാന്ധി. ഈ മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. ഏതായാലും ജോസ് കെ മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടണം എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വമുള്ളത്. 15 ദിവസം മുമ്പ് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ജോസ് കെ മാണി ചർച്ച നടത്തിയിരുന്നു. സോണിയാഗാന്ധിയെ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തുന്നതിന് പ്രധാന പാലമായി ആ ചുമതല നിറവേറ്റിയത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലാണ് ജോസ് കെ മാണിയെ സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത്. ഏതായാലും UDF വിപുലീകരിക്കണം, അതിൽ കേരള കോൺഗ്രസ് എം ഉണ്ടാകണം എന്ന നിലപാട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 വർഷം തുടർഭരണം എന്ന നിലയിൽ LDF പോവുകയാണ്. ഇനി UDF-ന്റെ ഭരണം ഉണ്ടായേ തീരൂ എന്ന വാശി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ UDF-ലെ നിലവിലുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുണ്ട്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് കേരള കോൺഗ്രസ് എം വരുന്നതിനോട് വലിയ യോജിപ്പില്ല. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ മത്സരിച്ച പല സീറ്റുകളിലും കേരള കോൺഗ്രസ് എം അവകാശവാദം ഉന്നയിക്കും എന്നതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് എതിർപ്പുള്ളത്. പക്ഷേ ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾക്കുമുണ്ട്. മറ്റൊരു എതിർപ്പ് വരാനുള്ള സാധ്യത മാണി സി കാപ്പനിൽ നിന്നാണ്. പാലായിലെ സിറ്റിംഗ് MLA ആണ് മാണി സി കാപ്പൻ. അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവസരം ഒരുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ മാണി സി കാപ്പനെ മറ്റേതെങ്കിലും ഉറപ്പുള്ള ഒരു സീറ്റിൽ UDF ഉറപ്പായും ജയിക്കുന്ന, വേണമെങ്കിൽ മുസ്ലിം ലീഗ് തന്നെ ഉറപ്പായി ജയിക്കുന്ന ഒരു സീറ്റിലേക്ക് മാണി സി കാപ്പനെ മാറ്റാം എന്ന ഒരു നിർദ്ദേശം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയരുന്നതിനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായാലും കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടിയേ തീരൂ എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ എത്തുമ്പോൾ വലിയ പ്രതിസന്ധി കേരള കോൺഗ്രസ് എമ്മിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. 2 MLA-മാർ മുന്നണി വിടുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അത് മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റൊന്ന് റാന്നി MLA-ആയ പ്രമോദ് നാരായണനുമാണ്. LDF-ൽ തുടരണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. UDF-നൊപ്പം പോകണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളുമാണ്. ഡോക്ടർ N ജയരാജ് ആകട്ടെ, കാഞ്ഞിരപ്പള്ളി MLA, അദ്ദേഹമാകട്ടെ ഏത് നിലപാടിനോടും യോജിക്കാം എന്ന പക്ഷക്കാരനാണ് ഡോക്ടർ N ജയരാജ്. നേരത്തെ SKN പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി ഈ 3 രൂപതകളാണ് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിക്ക് മേൽ മുന്നണി വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം ശക്തമായി തുടരുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.